IPL മാച്ച് നമ്പർ 13 അവസാനിച്ചപ്പോൾ തുടർച്ചയായ രണ്ടാം വിജയം പഞ്ചാബ് നേടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച പഞ്ചാബ് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും തകർത്തടിച്ച മാർഷിനെ ആദ്യ ഓവറിൽ തന്നെ പുറത്താക്കി തകർപ്പൻ തുടക്കമാണ് പഞ്ചാബിന് അർഷദീപ് കൊടുത്തത്. പിന്നീട് മാർക്രം ചെറുതായ റിതം വീണ്ടെടുത്ത് തുടങ്ങി വന്നപ്പോൾ താരത്തെയും ക്യാപ്റ്റൻ പന്തിനെയും പുറത്താക്കി 35-3 എന്ന നിലയിലേക്ക് പഞ്ചാബ് തിരിച്ചടിച്ചു. ശേഷം നിക്കോളാസ് പൂരൻ, ആയുഷ് ബദോനി, അബ്ദുൾ സമദ് എന്നിവരുടെ പിൻബലത്തിൽ നിശ്ചിത ഓവറിൽ 171-7 എന്ന നിലയിലാണ് ലക്നൌ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. എക്കാനയിൽ ഇന്നലെ കണ്ട പിച്ച് കണ്ടീഷൻ പ്രകാരം ഇതൊരു പാർ സ്കോർ മാത്രമായിരുന്നു. ചുരുങ്ങിയത് ഒരു 20-25 റൺസെങ്കിലും LSG ഷോട്ടായിരുന്നു. മധ്യനിരയിൽ ക്യാപ്റ്റൻ പന്ത് സ്ട്രഗിൾ ചെയ്യുന്നത് LSG മിഡിൽ ഓർഡറിനെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. പഞ്ചാബിനെ നോക്കിയാൽ ടീമിന്റെ സ്ട്രാറ്റജിസ്റ്റിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരുപാട് നിമിഷങ്ങൾ മത്സരത്തിൽ കാണപ്പെട്ടിരുന്നു. കാരണം അത്ര മനോഹരമായിട്ടായിരുന്നു മാച്ചപ്പുകൾ നോക്കി ടീം സെലക്ഷനും ബോളിംഗും നടത്തിയത്. നിക്കോളാസ് പൂരൻ, പന്ത് എന്നിവർക്കെതിരെ നല്ല റെക്കോർഡുള്ള ലോക്കി ഫെർഗൂസിനെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് പഞ്ചാബ് ഇന്നലെ കൊണ്ടുവന്നിരുന്നു. മത്സരത്തിന്റെ രണ്ടാം ഓവറിൽ പൂരൻ ക്രീസിലെത്തിയപ്പോൾ ഫെർഗൂസിനെ ഉടൻ തന്നെ പന്തെറിയിക്കാൻ ശ്രേയസ് കൊണ്ടുവന്നിരുന്നു. നിക്കോളാസ് പൂരൻ ബുദ്ധിപരമായി സിംഗിൾ ഇട്ട സ്ട്രൈക്ക് മാർക്രത്തിന് കൊടുത്താണ് ഫെർഗൂസിന്റെ ഓവർ ഒഴിവാക്കിയത്. മാർക്രം അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഫെർഗൂസൻ താരത്തിന്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അടുത്തതായി പന്ത് വന്നപ്പോൾ പന്തിനെതിരെ നല്ല റെക്കോർഡുള്ള മാക്സ്വെലിനെ ഉടൻ തന്നെ ശ്രേയസ് പവർ പ്ലേയിൽ പന്തെറിയാൻ കൊണ്ടുവന്നിരുന്നു. ആദ്യ ഓവറിൽ തന്നെ പന്ത് ഔട്ടാവുകയും ചെയ്തു. മിഡിൽ ഓവേഴ്സിൽ നിക്കോളാസ് പൂരൻ ചഹൽ മാച്ചപ്പായിരുന്നു മറ്റൊരു കീ ബാറ്റിൽ. അതുപോലെ തന്നെ ശ്രേയസ് കൊണ്ടുവന്നപ്പോൾ അറ്റാക്ക് ചെയ്തു തുടങ്ങിയ പൂരന്റെ വിക്കറ്റ് ചഹൽ തന്നെ എടുത്തു. അങ്ങനെ ബേസിക്കലി നല്ല ഹോംവർക്ക് ചെയ്ത് തന്നെ പഞ്ചാബ് മത്സരം കളിക്കാൻ ഇറങ്ങിയതുപോലെ തന്നെ ഇന്നലെ മൊത്തത്തിൽ കാണുന്നുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ടീമിന് കിട്ടുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ടാക്കൂറിന് വിക്കറ്റ് കിട്ടാതെ പോയതോടെ പവർ പ്ലേയിൽ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും കിട്ടിയ സ്റ്റാർട്ട് ലക്നൌവിന് കിട്ടാതെ പോവുകയാണ് ചെയ്തത്. മൂന്നാം ഓവറിൽ പ്രിയാൻഷ് ആര്യ പുറത്തായെങ്കിലും പ്രഭ്സിമ്രാൻ തകർത്തടിച്ച പവർ പ്ലേയിൽ 62-1 എന്ന നിലയിൽ പഞ്ചാബ് ടോട്ടൽ എത്തിച്ചു. മിഡിൽ ഓവേഴ്സിലും അറ്റാക്ക് ചെയ്ത ശ്രേയസ് പ്രഭ്സിമ്രാൻ ജോഡി പിന്നീട് വന്ന 4 ഓവറിൽ 48 ആയിരുന്നു നേടിയത്. ഇതോടെ തന്നെ ഗെയിം വൺ സൈഡഡായി മാറുകയാണ് ഉണ്ടായത്. പ്രഭ്സിമ്രാൻ 69 നേടി പുറത്തായെങ്കിലും പിന്നീട് യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ പഞ്ചാബ് ടാർഗറ്റ് ചേസ് ചെയ്യുകയാണ് ചെയ്തത്. കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ടാക്കൂർ പവർ പ്ലേയിൽ നേടിയ വിക്കറ്റ്സ് ആയിരുന്നു LSG ബോളിംഗിന്റെ നട്ടലായി മാറിയത്. എന്നാൽ ഇന്നലെ അത് സംഭവിക്കാതെ പോയതോടെ ടീമിന്റെ ബോളിംഗ് മൊത്തത്തിൽ എക്സ്പോസ് ആവുകയാണ് ഉണ്ടായത്. ഉള്ളവരെല്ലാം പന്ത് മാറി എറിയിച്ചിട്ടും കാര്യമുണ്ടായിരുന്നില്ല. പഞ്ചാബ് ടോട്ടൽ ഈ വർഷം ഹൈലി ഇംപ്രസീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ടീം നടത്തുന്ന സ്ട്രാറ്റജിയും താരങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും എടുത്തു പറയേണ്ടതാണ്. ആദ്യ മത്സരത്തിൽ വിജയകുമാർ വൈശാഖിനെ ഇമ്പാക്ട് സബായി കൊണ്ടുവന്ന് വൈഡ് യോർക്കറുകൾ എറിഞ്ഞ് കളി ജയിച്ചപ്പോൾ ഇന്നലെ താരത്തെ ടീമിൽ പോലും കളിപ്പിക്കാതെ മാച്ചപ്പായി ലോക്കി ഫെർഗൂസിനെ കൊണ്ടുവരികയും ഇമ്പാക്ട് സബായി നേഹൽ വധേരയ്ക്ക് ചാൻസ് കൊടുക്കുകയുമാണ് ചെയ്തത്. മാക്സ്വെല്ലിനും സ്റ്റോയിനസിനും മുന്നേ നാലാമനായി വധേരയെ ഇറക്കുകയും ചെയ്തു. 25 പന്തിൽ 43 അടിച്ച് ആ തീരുമാനം വധേര ശരിവെക്കുകയും ചെയ്തു. ഇത്ര സ്ട്രാറ്റജിക്കലായി ഈ സീസണിൽ ഒരു ടീമും കളിക്കുന്നത് പോലെ ഇതുവരെ തോന്നിയിട്ടില്ല. ഡെഫിനറ്റ്ലി പഞ്ചാബ് ഇത്തവണ കുറച്ച് ഡിഫറൻറ്റ് വൈബ് തന്നെയാണ് തരുന്നത്. അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിക്കോളാസ് പൂരൻ, ആയുഷ് ബദോനി എന്നിവരുടെ പിൻബലത്തിൽ 171 LSG നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന്റെ ടോപ്പ് ഓർഡർ തിളങ്ങിയതോടെ 17-ാം ഓവറിൽ തന്നെ അവർ ഗെയിം തീർക്കുകയാണ് ചെയ്തത്.